സിനിമാ മേഖലയിൽ നിന്ന് വ്യക്തിപരമായി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന നടി ഗ്രേസ് ആന്റണി. ഓഡിഷൻ വഴിയാണ് താൻ സിനിമാ രംഗത്തേക്ക് വന്നതെന്നും ആദ്യ സിനിമയായ ഹാപ്പി വെഡ്ഡിങ്ങിൽ അഭിനയം കണ്ടിട്ടാണ് മറ്റു സിനിമകളിലേക്ക് വിളിച്ചതെന്നും ഗ്രേസ് പറയുന്നു. ചില സുഹൃത്തുക്കൾ സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ തനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഗ്രേസ് പറഞ്ഞു. ദൈവം സഹായിച്ച സിനിമാ മേഖലയിൽ നിന്ന് എനിക്ക് ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഓഡിഷൻ വഴിയാണ് ആദ്യ സിനിമയായ ഹാപ്പി വെഡ്ഡിങ്ങിലേക്ക് വന്നത്. ഹാപ്പി വെഡ്ഡിങ് കണ്ടിട്ടാണ് എനിക്ക് മറ്റ് സിനിമകളിലേക്ക് അവസരം ലഭിച്ചത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് കാസ്റ്റിംഗ് കൗച്ച് നേരിടേണ്ടി വന്നിട്ടില്ല. സുഹൃത്തുക്കളുടെ അനുഭവം കേട്ട് വിഷമം തോന്നിയിട്ടുണ്ട്, ഗ്രേസ് പറയുന്നു. തുല്യവേതനം വേണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു സിനിമ വിറ്റുപോകുന്നത് അത് ആരെ മുൻനിർത്തിയെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു താരത്തെ മുൻനിർത്തി സിനിമ എടുത്താൽ അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എനിക്ക് ചോദിക്കാൻ കഴിയില്ല. പക്ഷേ മാന്യമായ പ്രതിഫലം നമുക്ക് കിട്ടണം. തുടക്ക സമയത്ത് എനിക്ക് വലിയ പ്രതിഫലം കിട്ടിയിട്ടില്ല. അത് ചോദിക്കാനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. അന്നൊക്കെ നമ്മുടെ യാത്രാ ചെലവും താമസ സൗകര്യവും മാത്രമൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ഒരു പരാതിയും പറയാൻ കഴിയാത്ത രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് ന്യായമായ ഒരു പ്രതിഫലം ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഏത് ജോലിയിലായാലും ഒരു കഷ്ടപ്പാടിൻ്റെ കാലമുണ്ടാകും. അത് കഴിയുമ്പോഴായിരിക്കും നല്ല പ്രതിഫലമൊക്കെ ലഭിക്കുക. ഒരു സിനിമയ്ക്ക് വിളിക്കുമ്പോൾ നമുക്ക് സുരക്ഷയും വസ്ത്രം മാറാനും ടോയ്ലറ്റിൽ പോകാനും വൃത്തിയും സുരക്ഷയുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല. പുരുഷന്മാർക്ക് എവിടെ നിന്നും ഡ്രസ്സ് മാറാം. സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഒരു കോമൺ സെൻസ് ആണ്, ഗ്രേസ് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതായി അറിഞ്ഞു. പക്ഷേ അതിലെന്താണുള്ളതെന്ന് താൻ വായിച്ചിട്ടില്ല. ഇതിൽ ദുരനുഭവങ്ങൾ നേരിട്ടത് ആരാണെന്നറിയില്ല. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവരെയും ഒരുപോലെ അടച്ചാക്ഷേപിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അതിൽ ദുഃഖമുണ്ട്. നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നവരുടെ മുഖത്തുകൂടി കരിവാരി തേക്കുന്ന അവസ്ഥയാണുള്ളത്. സിനിമാ മേഖലയിൽ ദുരനുഭവം നേരിട്ടുള്ളവർ ഉണ്ടാകാം, പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണരുത് എന്നാണ് പറയാനുള്ളത്, ഗ്രേസ് ആന്റണി പറയുന്നു. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.